മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 14 verse 7. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും നന്മ ചെയ്യാൻ കഴിയും. കൽക്കട്ടയിലെ അഴുക്കുചാലുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങളെ തെരഞ്ഞ് മദർ തെരേസ തെരുവുകളിലൂടെ അലയുന്ന സമയം ഒരിക്കൽ മദറിനെ തിരക്കി കുലീനയായ ഒരു പെൺകുട്ടി വന്നു. ഉന്നത കുലജാതയായിരുന്നു അവൾ. മദറിന്റെ സ്നേഹവും കാരുണ്യപ്രവൃത്തികളും കേട്ടറിഞ്ഞു വന്നതായിരുന്നു അവൾ. പെൺകുട്ടിയുടെ ആവശ്യം പരിഗണിച്ച് മദർ അവളെ പരിശീലനത്തിനു ശേഷം സന്യാസ സഭയിൽ അംഗമാക്കി. ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പുതിയ കന്യാസ്ത്രീ നിയോഗിക്കപ്പെട്ടു. ഓടയിൽ കിടന്ന ഒരു ഭിക്ഷക്കാരിയെ ശുശ്രൂഷിക്കേണ്ട ചുമതലയായിരുന്നു ആദ്യം അവൾക്ക് ലഭിച്ചത്. ശരീരം മുഴുവൻ പുഴുത്ത വ്രണങ്ങളിൽ നിന്നും പുഴുക്കൾ പുറത്തേക്ക് വമിക്കുന്ന ഒരു സ്ത്രീ, തീർത്തും മലിനമായ അന്തരീക്ഷം. എന്നാൽ നവസന്യാസിനി അതൊന്നും അറിഞ്ഞില്ല. അവൾ വളരെ ശ്രദ്ധയോടെ ആ സ്ത്രീയെ പരിചരിച്ചു. പിന്നീട് മദർ തെരേസ അവളെ കണ്ടപ്പോൾ ആദ്യത്തെ ശുശ്രൂഷ അനുഭവം എങ്ങനെയായിരുന്നുവെന്ന് തിരക്കി. അതിന് മറുപടിയായി സ്വർഗീയമായ ഒരു പുഞ്ചിരിയോടെ ആ നവസന്യാസിനി പറഞ്ഞു, അമ്മേ, ഞാൻ എന്റെ ഈശോയെ 3 മണിക്കൂർ ശുശ്രൂഷിച്ചു. അതെ, ടാഗോർ പറയുന്നുണ്ട്, പ്രഭാതം വിടരുമ്പോഴും കനത്ത ഇരുട്ടിലും പാടുന്ന കിളിയിലും ഞാൻ ദൈവ സാന്നിധ്യം കാണും. അതെ, മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കൃപ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും വിശുദ്ധ മദർ തെരേസയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.